അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. റബ്ബി ശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അൽഹംദുലില്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഈ നിമിഷം വരെ വന്നുപോയ സർവ്വ അപരാധങ്ങളും കരുണക്കടലായ പടച്ച റബ്ബ് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിയുള്ള കാലം അള്ളാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരണപ്പെടാൻ കാരുണ്യവാനായ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തോ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. മുടങ്ങാതെ 1 മാസക്കാലമായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവചനങ്ങൾ പഠിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സഹോദരിമാർ, അള്ളാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്ന സമയം ഈ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ പ്രതിഫലങ്ങൾ കണ്ടു മരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, നാം ഇന്ന് പഠിക്കുന്ന ഹദീസ് അൻ ജാബിർ റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുഅറദുൽ അഅമാലു യൗമൽ ഇസ്നൈനി വൽ ഖമീസ് ഫമിൻ മുസ്തഗ്ഫിറൻ ഫയുഗ്ഫർ ലഹു വമിൻ തായിബിൻ ഫയുതാബു അലൈഹി വയുറദ്ദു അഹ്ലിൽ ളുആഇനി ബിളആഇനിഹിം ഹത്താ യതൂബ്. മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അള്ളാഹുവിൻ്റെ സന്നിധിയിൽ ദാസന്മാരുടെ അമലുകൾ സമർപ്പിക്കപ്പെടും. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആഴ്ചയിൽ എല്ലാ വ്യാഴാഴ്ചയും എല്ലാ തിങ്കളാഴ്ച ദിവസവും നാം ഓരോരുത്തരും ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് പടച്ചുറബിൻ്റെ സന്നിധാനത്തിലേക്ക് മലക്കുകൾ എത്തിക്കുന്ന ദിവസമാണ് തിങ്കളും വ്യാഴവും. ഈ ദിനങ്ങളിൽ പൊറുക്കലിനെ തേടുന്നവർക്ക് പുറത്തു കൊടുക്കപ്പെടും, പശ്ചാത്തപിക്കുന്നവർക്ക് പശ്ചാത്താപം സ്വീകരിക്കപ്പെടും. എന്നാൽ പകയുള്ളവരെ അവരുടെ പക കാരണം അകറ്റപ്പെടുന്നതാണ്. അവർ പകയിൽ നിന്ന് തൗബ ചെയ്യുന്നതുവരെ അവരുടെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കപ്പെടുന്നതല്ല എന്ന് നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ഗൗരവത്തോടു കൂടി വേണം നാം ഈ ഹദീസിനെ കാണേണ്ടത്. എല്ലാ തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് മലക്കുകൾ നമ്മൾ ചെയ്ത നമ്മുടെ സർവ്വ പ്രവർത്തനങ്ങളും അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് കൊണ്ടുപോകപ്പെടുന്ന ദിനങ്ങളാണ് ഈ 2 ദിനങ്ങൾ. അതുകൊണ്ട് ആരാണോ ഈ ദിനങ്ങളിൽ പൊറുക്കലിനെ തേടുന്നത് അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കും, പശ്ചാത്തപിക്കുന്നവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കും. എന്നാൽ മനസ്സിൽ പകയും വിദ്വേഷവുമായിട്ട് നടക്കുന്നവർ, അവർ എപ്പോഴാണോ തൗബ ചെയ്തു മടങ്ങുന്നത്, ആ തൗബ ചെയ്തു മടങ്ങിയാൽ മാത്രമേ അവരുടെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. കുടുംബ ബന്ധങ്ങൾ മുറിച്ചുകൊണ്ട് നടക്കുക, മിണ്ടാതെ നടക്കുക, സ്നേഹിതന്മാരായി പിണങ്ങി നടക്കുക, പക മനസ്സിൽ കൊണ്ട് നടക്കുക, ഇങ്ങനെയുള്ളവരുടെ തൗബ അള്ളാഹു സ്വീകരിക്കുകയില്ല. കാരണം അതങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കാൻ പാടില്ലല്ലോ. അവൻ്റെ ദുആ ഉത്തരമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന ഒരുപാട് ഹദീസുകൾ മുൻകഴിഞ്ഞ ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചവരാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നബി മൂസ റളിയല്ലാഹു തആല അൻഹു അന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുനിയാൻ യശുദ്ദു ബഅദുഹു ബഅദൻ വശബ്ബക ബൈന അസ്വാബിഇ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അബൂ മൂസ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോട്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉള്ള ബന്ധത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു കെട്ടിടം പോലെയാണ്, അതിൻ്റെ ഒരു ഭാഗം മറുഭാഗത്തെ ബലപ്പെടുത്തും. ഇതുപോലെയാണ് മുസ്ലിമീങ്ങൾ തമ്മിൽ പരസ്പരമുള്ള ബന്ധം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നിട്ട് പറഞ്ഞു, ഒരു കയ്യിലെ വിരലുകൾ മറു കയ്യിലെ വിരലുകളിലേക്ക് കോർക്കുകയുണ്ടായി. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, മുസ്ലിമീങ്ങൾ പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുകയും ഒരാൾ മറ്റൊരാൾക്ക് ശക്തി പകരുകയും വേണമെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. 2 കൈകളിലെ വിരലുകൾ പരസ്പരം ചേർത്ത് വെച്ചിട്ട് പറയുന്നു, ഒരു മുസ്ലിമും മറ്റൊരു മുസ്ലിമുമായിട്ടുള്ള ബന്ധം ഇങ്ങനെയാണ്. അവർ പരസ്പരം ശക്തി പകരേണ്ടവരാണ്, അല്ലാതെ തമ്മിലടിയും വഴക്കും ബഹളവുമായിട്ട് കഴിയേണ്ടവരല്ല, പിണങ്ങി കഴിയേണ്ടവരല്ല. നമ്മുടെ സഹോദരങ്ങളാണവർ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇന്ന് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തൊരുമയില്ലാതെ കിടക്കുന്ന പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന ഒരു സാഹചര്യങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അള്ളാഹു ഈ ഉമ്മത്തിന് ഐക്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൻ അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസ മിന്നാ മൻ ഖബ്ബബ ഇംറഅത അലാ സൗജിഹാ ഔ അബ്ദൻ
അല സയ്യിദിഹ. മഹാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി മഹാനായി സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഒരു സ്ത്രീയെ ഭർത്താവിനെതിരെ വിടുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭാര്യയെ ഭർത്താവിനെതിരായിട്ട് അവർ രണ്ടുപേരെയും തമ്മിലടിപ്പിക്കുവാൻ, അവരെ പിരിപ്പിക്കുവാൻ, അവരുടെ ജീവിതം തകർക്കുവാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഭർത്താവിനെതിരെ ഭാര്യയെ ഇളക്കി വിടുക, അല്ലെങ്കിൽ ഒരു ഭാര്യയ്ക്കെതിരെ ഒരു ഭർത്താവിനെ ഇളക്കി വിടുക, അടിമയെ ഉടമയ്ക്കെതിരെ പറഞ്ഞു വിടുക, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. കുടുംബകലഹങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ. ദാമ്പത്യ ബന്ധത്തിൻ്റെ പേരിൽ കുടുംബജീവിതം, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിസ്സാര കാര്യങ്ങളുടെ പേരിൽ പറഞ്ഞ് അവസാനം തലാഖിലേക്ക് എത്തിക്കുന്ന അവസ്ഥ. അതുപോലെ തന്നെ സ്റ്റാഫുകളെ മുതലാളിക്കെതിരെ ഇളക്കി വിടുന്നു, പൈസ കൂടുതൽ വേണം, അത് വേണം, ഇത് പറഞ്ഞുകൊണ്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന കാലഘട്ടങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു ഭർത്താവിനെതിരെ ഭാര്യ ഇളക്കി വിടുക, ഉടമസ്ഥനെതിരെ അടിമ ഇളക്കി വിടുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ നമ്മളിൽ പെട്ടവനല്ല എന്ന് മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കലും അത് ഈ മുസ്ലിമിന് ചേർന്ന പരിപാടികളല്ല. ഇന്ന് തമ്മിലടി, കാരണം ഇതൊക്കെ തമ്മിലടിക്കും കുടുംബ കലഹങ്ങൾക്കും വലിയ വലിയ വിഷയങ്ങൾക്ക് കാരണമാകുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ഇന്ന് സാധാരണ ജനങ്ങൾ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെല്ലാവരും മുസ്ലിമീങ്ങളാണ്, നമ്മളെല്ലാവരും സഹോദരങ്ങളാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, നമ്മൾ കൂടപ്പിറപ്പുകളാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മുസ്ലിമീങ്ങൾ ഒരു കെട്ടിടം പോലെയാണ്. ആ കെട്ടിടത്തിൻ്റെ തൂണുകൾ അതിന് ശക്തി പകരുന്നത് പോലെ ഒരു മുസ്ലിം മറ്റുള്ളവന് ശക്തി പകരേണ്ടവനാണ്. അല്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ വിഷയങ്ങൾ ഉണ്ടാക്കുക, ഇതൊന്നുമല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, അതുകൊണ്ട് എല്ലാവരോടും സ്നേഹത്തോടുകൂടി പെരുമാറുകയും ഐക്യമുണ്ടാക്കുകയും അതുപോലെ തന്നെ തെറ്റുകൾ കണ്ടാൽ തിരുത്തുകയും നന്മയ്ക്ക് കൂട്ടുനിൽക്കുകയും, അൽഹംദുലില്ലാ, ആരോടും പിണക്കവും വിദ്വേഷവും വൈരാഗ്യവും ഒന്നും ഇല്ലാത്ത രീതിയിൽ അൽഹംദുലില്ലാ മരണം വരുന്ന സമയം സന്തോഷത്തോടുകൂടി യാത്രയാവുക. ഇതൊക്കെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അതിനുവേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും ഒരുങ്ങേണ്ടതും. അള്ളാഹു നമുക്ക് ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. ആരെല്ലാം ഇവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ടോ, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ.